എല്ലാവർക്കും DS കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അരിപ്പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അത് എങ്ങനെയാണ് ചെയ്തെടുക്കാൻ നോക്കാം. ഓണത്തിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്പെഷ്യൽ പായസമാണിത്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ റെസിപ്പിയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് നേരിയ അരിയാണ് എടുത്തിട്ടുള്ളത്. കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ചൊവ്വരിയും കൂടി ഇട്ട് ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. നല്ലതുപോലെ കഴുകിയെടുക്കണം. ഇനിയിപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ച് അത് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകിയെടുത്ത അരിയും ചൊവ്വരിയും കൂടി ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇതൊന്ന് നന്നായി വെന്ത് വരട്ടെ. അരിയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനത് ഉരുക്കി അരിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ സമയമുള്ളപ്പോൾ ഇതുപോലെ ഉരുക്കി അരിച്ചെടുത്താൽ ഇതുപോലെ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ നല്ലതാണ്. അപ്പോൾ അതുപോലെ ചെയ്തെടുത്തതാണ് ഇത്. അപ്പോൾ ഇത് മധുരത്തിന് ആവശ്യമായിട്ട് ഒഴിച്ചു കൊടുക്കാം. അരിയും ശർക്കരയും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ അരിയിലേക്കൊന്ന് പിടിച്ച് കിട്ടണം. അപ്പോൾ അത് ചെയ്തെടുക്കാം. അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂണോളം നെയ്യും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലതുപോലെ മിക്സാക്കി എടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. അപ്പോൾ തേങ്ങാപ്പാലിൽ ഞാനൊരു 5 കശുവണ്ടിയും കൂടി അരച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി അരച്ചെടുത്തിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വെന്ത് വരട്ടെ. അണ്ടിപ്പരിപ്പെല്ലാം ചേർത്തതിന് ശേഷം അത് നല്ലതുപോലെ ഒന്ന് തിളച്ച് കുറുകി വരണം. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡാണ്. ഇതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് പായസത്തിന് ഉണ്ടാകുന്നത്. അതും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സാക്കി എടുക്കാം. മിൽക്ക് മെയ്ഡ് ചേർത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മധുരം ബാലൻസ് ചെയ്യാനായി 1 നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സായി വന്നതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഏലക്ക പൊടിച്ചതാണ്. ഇത് ഏലക്കയും പഞ്ചസാരയും കൂട്ടി പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 2 തുള്ളി വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ പായസത്തിന് നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക. നല്ലൊരു ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും പായസത്തിന്. ഇതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി ഒന്നും കൂടി തിളച്ചൊന്ന് സെറ്റാക്കിയ ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് വറുത്തിട്ട് കൊടുക്കുകയാണ് വേണ്ടത്. നമ്മളിതിലേക്ക് അണ്ടിപ്പരിപ്പ് മാത്രമാണ് വറുത്തിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നെയ്യിൽ അണ്ടിപ്പരിപ്പ് ഒന്ന് മൂപ്പിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഓണം സ്പെഷ്യൽ അരിപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തോളൂ കേട്ടോ. എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.